പുള്ളിയുടെ സ്വന്തം ചേട്ടന് പോലും വേഷം കൊടുക്കാതെ എന്തിനാണ് മറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ഇയാൾ ഇത് എന്ത് ഒന്നും കാണുന്നില്ലേ? അതെനിക്ക് നേരത്തെ അറിയാവുന്ന മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തന്റെ സഹോദരന് വേണ്ടി പോലിട്ടും 10 പൈസ മുടക്കി ഒരു നിർമ്മാണ കമ്പനി അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനി സിനിമ ചെയ്തില്ല. വെറുതെ എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുന്നേ? നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തിയിട്ട് തന്നെ അല്ലാണ്ടെന്താ പറയാ. എന്തൊരു വിട്ടിത്തരം! ഇപ്പൊ ആരുടെ പടം ബ്രോഡാടി? ആന്റണി പെരുമ്പാവൂര് പൈസ മുടക്കി എടുത്ത പടം. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. ആ വേഷം ഏതെങ്കിലും ചെറുപ്പക്കാരന് കൊടുത്തുകൂടെ? അതാ അഖിൽമാരാറും പൃഥ്വിരാജും കൂടെ ആണോ തീരുമാനിക്കുന്നത്? അതെന്ത് ഇങ്ങനത്തെ മണ്ടത്തിനൊക്കെ പറയുന്നത്? പറഞ്ഞു വരുമ്പോ നാറാണത്തെ പ്രാന്തൻ വകയിൽ അവന്റെ ഒരു അമ്മാവനായിട്ട് വരും. ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. നീ നിന്റെ കാര്യം നാറാതെ നോക്കിയാൽ മതി. നീ ആരാണ് ഇവരാണ് അവനെ കുറിച്ച് പറയാനായിട്ട്? ലാമ്പുണ്ടല്ലോ, പിന്നെ എണീറ്റ് നടക്കണോ നീ? അങ്ങനെ ഒരു കോമാളി വേഷം മാത്രം ചെയ്യുന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഇവനൊന്ന് പോയി ചെയ്യട്ടെ. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അവൻ ആരെ അഭിനയിക്കാൻ അറിയാവൂ? പിന്നെ ഒരു പടം നമ്മൾ കണ്ടല്ലോ. പൊന്നോ ഒടുക്കത്ത അഭിനയം. തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ. ഗാലറിയിൽ നിന്ന് വിസിലടിക്കുന്ന പോലെയല്ല, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ നല്ല പാടാ.